സംസ്ഥാനത്ത് അനധികൃത സ്പാ സെന്ററുകളുടെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നു എന്നുള്ളതാണ്. ഏതറ്റം വരെയുമുള്ള സർവീസ് രാത്രി പകൽ വ്യത്യാസമില്ലാതെ ലഭ്യമാക്കുമെന്ന ഉറപ്പാണ് സ്പാ സെന്ററുകൾ ഇടപാടുകാരെ കണ്ടെത്തുന്നതിനായി ഉപയോഗിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികളെ അടക്കം സ്പാ മാഫിയ ചൂഷണം ചെയ്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് ജനം ടിവിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ജനം ബ്രേക്കിംഗ്. ആദ്യം ഇത് സംബന്ധിച്ചുള്ള ആ ഒരു ഓഡിയോ സന്ദേശം അല്ലെങ്കിൽ ഫോൺ സംഭാഷണം കേൾക്കാം. റേറ്റ് നമ്മൾ 1 അവർ ഫുൾ ബോഡി മസാജിന് കൗണ്ടർ ഫീസ് ആണ് 1000 രൂപ അവിടെ ഇട്ടേക്കുന്നത്, 999 രൂപ. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ സാറ് സ്റ്റാഫിന്റെ അടുത്ത് വേറെ ടിപ്പ് കൊടുത്താലാണ് ഓക്കെ ആക്കി തരും. ഈ 1 അവറിന് നമ്മൾക്ക് ഫുൾ ബോഡി മസാജാണ്. ഇത് എങ്ങനെ മലയാളികളാണോ? മലയാളികളാണ്. നമുക്ക് 28 വയസ്സ് മുതലുള്ള സ്റ്റാഫുകളാണുള്ളത്. ഉള്ളതില്ലേ? എത്ര മണി വരെ സർവീസ് ഉള്ളത്? സാറിന് നമുക്ക് 2 സ്ഥലത്തുണ്ട് സ്ഥാപനം. ഒന്ന് പലപൂരം ഉണ്ട്, ഒന്ന് പള്ളാത്തുരുത്തി ഉണ്ട്. സാറിന് എവിടെ വരാനായിരുന്നു എളുപ്പം? എനിക്ക് പള്ളാത്തുരുത്തി ആയിരിക്കും എളുപ്പം. ആണോ? പള്ളാത്തുരുത്തി ആണെങ്കിൽ നമുക്ക് ലാസ്റ്റ് അപ്പോയിന്റ്മെന്റ് 6 മണി വരെയാണ്. 6 വരെ ഉള്ളു അല്ലേ? 6 മണി കഴിഞ്ഞിട്ട് 7 മണിക്ക് ക്ലോസ്. ഇപ്പഴാണെങ്കിൽ നമുക്ക് 8 മണി 8:30 9 മണി വരെ ഉണ്ടാവും ലാസ്റ്റ് അപ്പോയിന്റ്മെന്റ്. 9 വരെ ഉണ്ട് അല്ലേ? ഉണ്ട്. ഇത് എക്സ്ട്രാ സർവീസ് കിട്ടുമല്ലോ ഇല്ല? അതിനെന്ത് അഡീഷണൽ കൊടുക്കേണ്ടി വരുമായിരിക്കും? അത് സാർ എന്താ എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് ടിപ്പ് കൊടുക്കണം സാർ. ഫുൾ സർവീസ് കിട്ടുമോ? അത് സ്റ്റാഫിന്റെ അടുത്ത് സംസാരിച്ച് ടിപ്പ് കൊടുക്കണം. കൊടുത്താൽ മതി ഇല്ലേ? കൊടുത്താൽ മതി. പിന്നെ സേഫ് ആണോ ഇപ്പോഴത്തെ ഈ പരിശോധനയും? അതെ സേഫ് ആണ് സാർ. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരിക്കുകയാണ്. സുധീഷ്, വളരെ സുരക്ഷിതമാണ് ഇപ്പോൾ സംസ്ഥാനത്ത്. പോലീസ് പരിശോധനകൾ വ്യാപകമാക്കുന്ന സമയമാണ്. എന്നിട്ട് പോലും ഈ സ്പാ സെന്റർ ഉടമകൾ അല്ലെങ്കിൽ അവിടുത്തെ പ്രതിനിധികൾ, റിസപ്ഷനുള്ള കുട്ടികൾ പറയുന്നുണ്ട് വളരെ സേഫാണ് എന്നുള്ളത്. അതായത് പോലീസിന്റെ അടക്കം ഒത്താശയോടുകൂടി പ്രവർത്തിക്കുകയാണ് ഇത്തരം അനധികൃത സ്പാ സെന്ററുകൾ എന്നുള്ളതാണോ സുധീഷ്? ഷാഹിദിൽ എടുത്തു പറയേണ്ടത്, നമ്മൾ ഈ തിരുവല്ലയിലെ സ്പാ സെന്ററിൽ ഒരു അതിക്രമം നടന്ന ആ ഒരു പശ്ചാത്തലത്തിൽ ഇവർ തമ്മിലുള്ള മത്സരങ്ങളും എല്ലാം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തിയത്. എന്താണ് ഈ സ്പാ സെന്ററുകൾ നടക്കുന്നത്? ഇത് ലൈസൻസോടാണോ? അതിൽ കൃത്യമായ രീതിയിലുള്ള ആയുർവേദിക്കൊക്കെ ആയിട്ടുള്ള ശരിയായ സ്പാ മസാജിങ് ആണോ നടക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളാണോ എന്ന് അന്വേഷിക്കുന്നത്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിലടക്കം ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ വരെ ഈ സ്പാ സെന്ററുകൾ പ്രവർത്തിക്കുകയാണ്. ചിലതിന് ഒരു ബോർഡ് പോലും ഇല്ലാതെയാണ് ഇവ പ്രവർത്തിക്കുന്നത്. അവർ ലൊക്കേഷൻ ഇട്ട് തരും, അവിടേക്ക് വരിക. അപ്പോൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഇതിന്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം വലിയ രീതിയിൽ പരസ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ പരസ്യം ചെയ്ത് അവരുമായി ബന്ധപ്പെടുമ്പോഴാണ് ലൊക്കേഷൻ അയച്ചിരുന്നത്. ചിലയിടത്ത് ആദ്യം ആ ലൊക്കേഷനും മറ്റും ലഭിക്കണമെങ്കിൽ തന്നെ ആദ്യം ഒരു തുക നമ്മൾ ഗൂഗിൾ പേ വഴിയോ മറ്റോ നൽകണം. അതിനുശേഷം മാത്രമാണ് അവരുടെ കൂടുതൽ വിവരങ്ങൾ നമ്മളിലേക്ക് കൈമാറുക പോലും ചെയ്യുന്നത്. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ അവർ പറയുന്നത് എന്ത് താല്പര്യത്തോടാണോ എത്തുന്നത് ആ താല്പര്യത്തിന്റെ ഏതറ്റം വരെയും അവരെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള സർവീസുകളാണ് അവർ അക്കമിട്ട് നിരത്തുന്നത്. അതിൽ കോളേജ് വിദ്യാർത്ഥികളുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദേശികളുണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള സ്ത്രീകളെയാണ് അണിനിരത്തി നിർത്തുന്നത് ഇത്തരം സർവീസുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി. ആ രീതിയിൽ വലിയ ഒരു ബിസിനസ്സായി സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സംഘം ഇത്തരത്തിൽ സാമ്പത്തിക ലാഭം കൊയ്യുമ്പോൾ അതിന് എതിരെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് അവർ ഇത്ര വിശ്വാസത്തോടെ നിങ്ങൾ ധൈര്യമായി പോരും, ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന ഉറപ്പ് നൽകാൻ കാരണം. അത്തരത്തിൽ ആലപ്പുഴ നഗരത്തിലടക്കം നിരവധി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനോടൊപ്പമാണ് ഏത് ഗ്രാമപ്രദേശത്ത് നിങ്ങൾക്ക് ഏത് ഏരിയ ഏത് ലൊക്കേഷനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ തനി ഗ്രാമപ്രദേശം പറയുമ്പോൾ അവിടെയും അവർക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നതാണ്. അതപ്പം വളരെ വ്യാപകമായ വലിയ ഒരു സംഘം ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നു. ഇവർക്കിടയിൽ വലിയ ഒരു ശൃംഖലയുണ്ട്. അതായത് ഒരേ ആൾ തന്നെ ഇല്ലെങ്കിൽ ഒരേ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ കുറേയേറെ പ്രദേശങ്ങൾ നടത്തുന്നു. അതോടൊപ്പം ഇവരെ വീട്ടിലെത്തിച്ച് നൽകണമെങ്കിൽ വീട്ടിലെത്തിച്ച് നൽകുന്നു. പകൽ രാത്രി വ്യത്യാസമില്ലാതെ എന്ത് സേവനവും ലഭ്യമാക്കുന്ന തരത്തിൽ ഇതേ സാഹചര്യത്തിൽ തന്നെ ഇവർക്കിടയിൽ ലഹരി വിൽപ്പനയും നടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഇതിനെ നേരെ പൂർണ്ണമായും കണ്ണടയ്ക്കുന്ന ഒരു സമീപനം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. സർ, സുധീഷ് പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ അനാശാസ്യ പ്രവർത്തനങ്ങളടക്കം നടക്കുമ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും പോലീസിന്റെ ഭാഗത്തിന് അത്രത്തോളം ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല, ജാഗ്രത ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ്
വീണ്ടും ധൈര്യത്തോടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഇത്തരം സ്പാ കേന്ദ്രങ്ങൾക്ക് ധൈര്യം നൽകുന്നതും എന്നതും ശ്രദ്ധേയമാണ്.